രക്ഷയും പാവനാത്മാവിൻ സഹവാസവും നമ്മോടൊത്തെന്നും ഉണ്ടായിടട്ടെ. ദൈവപിതാവിനു ആരാധന, ഈശോ മിശിഹായ്ക്ക് ആരാധന, പാവനാത്മാവിനു ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ദൈവപിതാവിനു ആരാധന, ഈശോ മിശിഹായ്ക്ക് ആരാധന, പാവനാത്മാവിനു ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. സ്നേഹമുള്ളവരെ, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ തിരുലിഖിതത്തിലേക്ക് 5 മുതലുള്ള തിരുലിഖിതങ്ങളിലേക്കെല്ലാം കടന്നു വരുമ്പോൾ നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ സൂസന്യയെ കണ്ടുമുട്ടുന്നുണ്ട്. സുന്ദരിയായ സൂസന്യയെ കണ്ടുമുട്ടുമ്പോൾ അവിടെയുണ്ടായിരുന്ന 2 ശ്രേഷ്ഠന്മാർക്ക് അവളോട് ആസക്തി തോന്നുകയാണ്. അവളോട് തോന്നുന്ന ആസക്തി അവരുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കാനായിട്ടത് കാരണമായി തീർന്നു എന്ന് ദൈവവചനം പറയുകയാണ്. മാത്രമല്ല, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആസക്തികൾ കടന്നു വരുമ്പോൾ സംഭവിക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് അവിടെ ദൈവവചനം പറയുകയാണ്. 3 കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആസക്തികൾ കടന്നു വരുമ്പോൾ 3 കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കും. ദാനിയേൽ ദിവസം 13-8 മുതൽ വചനത്തിൽ പറയുകയാണ്. 1, അവർ വിവേകശൂന്യരായി പെരുമാറാൻ തുടങ്ങും. 2, ദൈവവിചാരം അവരുടെ ജീവിതത്തിൽ അറ്റുപോകും. 3, ധർമ്മബോധം അവരുടെ ജീവിതത്തിൽ വിട്ടുപോകും. അതുകൊണ്ട് ആസക്തിക്ക് അടിമപ്പെടുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതവും പരിശോധിച്ചാൽ ഈ 3 കാര്യങ്ങൾ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. വിവേകശൂന്യമായ പെരുമാറ്റം, എവിടെ ഏത് സ്ഥലമെന്നോ പബ്ലിക് പ്ലേസ് എന്നോ പള്ളിയെന്നോ അല്ലെങ്കിൽ ബസ്സെന്നോ അല്ലെങ്കിൽ സിനിമാ തിയേറ്റർ എന്നോ യാതൊരു പരിസരബോധമില്ലാത്ത രീതിയിൽ ആസക്തികൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ കുടുക്കിക്കഴിയുമ്പോൾ വിവേകശൂന്യമായ പെരുമാറ്റങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കും. അനേക ഉദാഹരണങ്ങൾ നമുക്കുണ്ടല്ലോ. എവിടെ നോക്കിയാൽ അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ധാരാളം കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. വിവേകശൂന്യമായ പരിസരബോധം പോലും മറന്നുകൊണ്ടുള്ള ഒരു ജീവിത ശൈലി. 2-ാമത്തെ കാര്യം, ആസക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവവിചാരങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട് ഇവൻ ഇഷ്ടപ്പെടുന്ന ആ വിഷയവുമായി അങ്ങനെയുള്ള ആസക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം കുടുങ്ങിപ്പോകുന്ന ജീവിതങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഞാൻ ഓർക്കുന്നൊരു സംഭവമുണ്ട്. ഞങ്ങളുടെ രൂപതയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. ഈ ചെറുപ്പക്കാരൻ 10-ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ചു. പ്ലസ് 2-ൽ ഫുൾ A+ മേടിച്ചു. അത് കഴിഞ്ഞാൽ ഈ NITയിൽ മെറിറ്റിൽ പഠിക്കാൻ കിട്ടി, എൻജിനീയറിങ്ങിന് കിട്ടി. ഇവൻ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് അത്യാവശ്യമായിട്ട് അച്ഛനെ ഒന്ന് കണ്ട് സംസാരിക്കണം. ഈ മകൻ വിളിച്ചിട്ട് പറയാം കണ്ട് സംസാരിക്കണം. അപ്പോൾ ഞാൻ അന്ന് ഒരു ഏകദിന ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്ന സമയം, അപ്പോൾ കുർബാന കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇവൻ വിളിച്ചു. ഞാൻ പറഞ്ഞു 9:10 മുമ്പ് വരുവാണെങ്കിൽ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇവൻ വരുമ്പോൾ 11:30 സമയമായി. എനിക്കൊരു സ്ഥലത്ത് ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇവൻ വരാൻ വേണ്ടി കാത്തിരുന്നു. എന്തായാലും വരുന്ന ഉള്ളൊരു ചിലപ്പോൾ അത്യാവശ്യമുള്ളൊരു പ്രശ്നമാണെന്ന് പറഞ്ഞു. അങ്ങനെ വന്നത് ഞാൻ എൻ്റെ വണ്ടിയെ കയറ്റിയിരുത്തി ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇവനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവൻ നല്ല പയ്യൻ, വീട്ടിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, നന്നായിട്ട് പഠിക്കുന്ന ബ്രൈറ്റായിട്ടൊരു പയ്യൻ. ഇവൻ എന്നോട് പറയുകയാണ്, എൻ്റെ അച്ഛാ ഇന്ന് എൻ്റെ ജീവിതം നാശത്തിലാണ്. കഷ്ടിച്ച് മാത്രം എൻജിനീയറിങ് പാസ്സായി, കഷ്ടിച്ച് മാത്രം. ഇന്ന് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് പോയി. ഞാൻ ഇന്ന് വീടിന് പുറത്ത് ഇറങ്ങുന്നില്ല, മുറിക്കാത്തിരിക്കുകയാണ്. അങ്ങനെ ഞാനൊരു അപകർഷതാബോധത്തിൽ പെട്ട് എൻ്റെ ജീവിതം നാശത്തിലായിരിക്കുകയാണ്. അതുകൊണ്ട് അച്ഛൻ എന്നെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ ജീവിത പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുകയാണ്, ഇവൻ NITയിൽ ജോലിക്ക് വന്നപ്പോൾ 2 കത്തോലിക്ക പിള്ളേർ ഇവൻ്റെ ഹോസ്റ്റൽ മുറിയിൽ 3 പേരാണ്. ഇവന് ഹോസ്റ്റൽ അലോട്ട് ചെയ്ത് കിട്ടിയപ്പോൾ കത്തോലിക്കനായ 2 കുട്ടികളെ കിട്ടിയപ്പോൾ ഇവന് ഭയങ്കര ഹാപ്പിയായി. കാരണം ഇവൻ്റെ പ്രാർത്ഥനയും ഇവൻ്റെ മറ്റ് ആത്മീയ കാര്യങ്ങളും ചേർന്ന് പോകാൻ മുറിയിൽ വേറെ ശല്യം ഉണ്ടാകില്ലോ എന്ന് വിചാരിച്ചു. അവർ കൂടുതല കത്തോലിക്കരല്ലേ. ഇവൻ വന്ന ആദ്യത്തെ ദിവസം 7:45 സമയത്ത് 8:30 ഭക്ഷണം, 7:45 സമയമായപ്പോൾ ഫസ്റ്റ് ഡേയിൽ ഇവൻ പറഞ്ഞു, ഇവൻ അവരോട് പറയുക, നമുക്ക് ഒരുമിച്ച് പോയി നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ മുറിയിരുന്ന് പ്രാർത്ഥിക്കാം, കൊന്തയെല്ലാം ബൈബിൾ വായിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, അതെ
ഇത് ഫ്രീഡം കിട്ടാൻ വേണ്ടിയാണ് ഹോസ്റ്റലിൽ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വീടൊക്കെ ഇവിടെ അടുത്താണെങ്കിലും നന്നായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ കള്ളം പറഞ്ഞൊക്കെ ഞങ്ങളിങ്ങനെ ഹോസ്റ്റലിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ ചോദിച്ചു. ഫ്രീഡം കിട്ടാൻ വേണ്ട, ഇതൊക്കെ വേണ്ടാന്ന് വെക്കാൻ. വീട്ടിൽ പ്രാർത്ഥിച്ച് മടുത്തിരിക്കുന്ന ഈ 20 പിള്ളേർ പറയാം, 2 പേര് പ്രാർത്ഥിച്ച് മടുത്തു, വീട്ടിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടാൻ അതിന് വേണ്ടി ഇവിടെ വന്നേക്കുന്നത്. നീ മേലാൽ പ്രാർത്ഥിക്കാൻ ഞാനോട് പറയരുതെന്ന് പറഞ്ഞു. ഇവനെങ്കിലും മൈൻഡ് ചെയ്യാതെ ഇവൻ്റെ ഒരു കസേരയിലിട്ട് റൂമിൻ്റെ മൂലയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് 8:30 ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ ഈ 2 കുട്ടികൾ ഈ കാൻറ്റീനിൽ വെച്ച് ഇവനെ വിളിക്കാൻ തുടങ്ങി. വിശുദ്ധൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇവനെ അപമാനിച്ച് എല്ലാവരുടെ മുമ്പിൽ വെച്ച് വിശുദ്ധൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ 2 കത്തോലിക്ക പിള്ളേർ പക്ഷേ ഇവനെ വിശുദ്ധൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇവന് ഭയങ്കര അപമാനമാർ ഉണ്ടെങ്കിലും ഇവനെന്ത് ചെയ്തു, ഇവൻ ആ പ്രാർത്ഥനയിൽ സ്പിരിറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സ്പിരിറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇവൻ അതിജീവിച്ചു. 2-ാം ദിവസം ഇവരെ വിളിച്ചു, ഇവർ കൂടിയില്ല. എന്നോട് പറയാണ്, ഒരു 4 മാസം ഇങ്ങനെ ശക്തമായിട്ട് എതിർത്ത് നിന്നു. 5-ാം മാസം മുതൽ ഇവർ വിശ്വാസത്തിൽ നിന്ന് ഇളക്കം തട്ടാൻ വേണ്ടുന്ന കാര്യങ്ങൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. ഇത് വായിക്കുമെന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു ഇതൊന്നും വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചപ്പും ചവറും വായിക്കാനുള്ള ആളല്ലെന്ന് പറഞ്ഞ് ഇവൻ പിടിച്ചു നിന്നെന്ന് പറഞ്ഞു. 7-ാമത്തെ 8-ാമത്തെ മാസമായപ്പോഴത്തേക്കും ഇവനെ വിശ്വാസത്തിൽ നിന്ന് ഇളക്കിയവർ. അത് കഴിഞ്ഞ് പിന്നെയുള്ള ദിവസങ്ങളിൽ പിന്നീട് ഇവനെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവനെ വിശുദ്ധൻ. അവൻ പറയാണ്, എൻജിനീയറിംഗ് പഠിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ആ കാലഘട്ടം മുഴുവൻ സകലരും വിളിക്കുന്ന പേര് വിശുദ്ധൻ. അത് കഴിഞ്ഞ് ഇവൻ എന്നോട് പറയുകയാണ്, അശുദ്ധികളും ആയ സകല കാര്യങ്ങളും ഇവന് കൊടുക്കാൻ തുടങ്ങി. കാരണം പ്രാർത്ഥന കുറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ തുടങ്ങി. എന്നിട്ട് ഇവൻ പറയാണ്, എല്ലാ തിന്മകളിൽ മുഴുകിയ ഒരു ജീവിതം, ആസക്തികൾ കുടുങ്ങിയ ഒരു ജീവിതമായി മാറി. പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ കഷ്ടിച്ച് ജയിച്ചു. ഇന്ന് അപകർഷതാബോധം, അതുപോലെ തന്നെ അശുദ്ധ ചിന്തകളിലൂടെ എൻ്റെ ജീവിതം ഒരു നാശത്തിലേക്ക് പോയി. എനിക്കിന്ന് ആരെ ഫേസ് ചെയ്യാൻ പോലും പറ്റാത്ത വിധം എൻ്റെ കോൺഫിഡൻസ് പോയി അച്ഛാന്ന് പറയാം. ആസക്തികൾക്ക് അടിമപ്പെട്ട് ഇവൻ്റെ കോൺഫിഡൻസ് പോയി, ആത്മവിശ്വാസം പോയി. അതുകൊണ്ട് ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല, കുറ്റബോധം മനസ്സിൽ കയറി, ദൈവത്തോടുള്ള സ്നേഹമില്ല, വിശ്വാസമില്ല, കുറ്റബോധം മനസ്സിൽ കയറി, റൂമിന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഇവൻ്റെ ജീവിതം മാറി. വിശ്വാസം പോയി, നിരീശ്വരവാദിയായി മാറി. ഞാൻ ഇവനോട് പറഞ്ഞൊരു ഒറ്റ കാര്യം ഇതാണ്, നീ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഇവിടെ അന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിൻ്റെ ഹൃദയം തുറക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ആഴ്ച ഞങ്ങൾക്ക് വേറൊരു ഇടവ ധ്യാനം നടക്കണം. 5 ദിവസത്തെ ഇടവപ്പള്ളി ധ്യാനം നടക്കുക. അവനെ വിളിച്ചു അതിലേക്ക്. അവിടെ വന്ന് ധ്യാനം കൂടി, കൗൺസിലിംഗ് എല്ലാം കൂടി. ഇവൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് തൊട്ടു, ആസക്തികളുടെ വിടുതൽ കിട്ടി, അവൻ്റെ ജീവിതത്തിൽ ശക്തമായ ഒരു അഭിഷേകം കിട്ടി, നഷ്ടപ്പെട്ടു പോയ കോൺഫിഡൻസ് കിട്ടി, വിശുദ്ധി കിട്ടി, കൃപയിൽ നിറഞ്ഞു. അവൻ ഇന്ന് നല്ല ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായി മാറി. ഒപ്പം അവൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. പറഞ്ഞേ ഹല്ലേലൂയാം. വളരെ ഇരുപത്തി പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ആസക്തികളും അശുദ്ധികളും ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തെ പെരുവഴിയിലാക്കും. അനേകരുടെ ജീവിതത്തെ പെരുവഴിയിലാക്കി, അനേകരുടെ ജീവിതത്തെ നാശത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ ബൈബിൾ കൺവെൻഷൻ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ ദൈവവചനം നമ്മോട് പറയുന്നത് നിങ്ങളുടെ വിശുദ്ധീകരണമാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 15-ാമത്തെ തിരുലിഖിതത്തിൽ വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയല്ലേ? നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ്. ദൈവം പറയാ, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കണം. പള്ളിയിൽ വരുമ്പോൾ മാത്രമല്ല പരിശുദ്ധി, വീട്ടിലായിരിക്കും മാത്രമല്ല പരിശുദ്ധി, വീടിൻ്റെ ബൗണ്ടറി വിട്ട് പുറത്തു പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ജോലിക്ക് പോകുന്ന ഇടങ്ങളിൽ, അതുപോലെ ശുശ്രൂഷ ഇടങ്ങളിൽ, കൃഷിക്ക് പോകുമ്പോൾ, ബിസിനസ്സിന് പോകുമ്പോൾ, എവിടെ പോയാലും ജീവിത പരിശുദ്ധി കൈ മുതലായി സൂക്ഷിക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും. പറഞ്ഞേ ഹല്ലേലൂയാം. യേശുവേ നന്ദി. അതുകൊണ്ടാണ് പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുലിഖിതത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകളിൽ നിന്ന്
പരദേശികളും വിപ്രവാസികളും എന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കണമെന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിപ്രവാസികൾ എന്ന നിലയിൽ ഈ ലോക ജീവിതത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ട്. ഇവിടെ ആരും കുടില് കെട്ടി ജീവിതകാലം മുഴുവൻ ജീവിക്കാമെന്നൊന്നും വിചാരിച്ചേക്കരുത്. ഇവിടെ എസ്റ്റേറ്റ് ഉണ്ടാകാം, ഇവിടെ കടകളുണ്ടാകാം, സാമ്പത്തികമായ എല്ലാ സ്രോതസ്സുകളും ഇവിടെ ഉണ്ടാകാം. പക്ഷേ ഇത് വിട്ടിട്ട് പോകേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മൾ വിപ്രവാസികളാണ്. ഇവിടെ എത്ര വീടുണ്ടെങ്കിലും ശരി, എത്രമാത്രം സെറ്റപ്പുകൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചാലും ശരി, ബാങ്ക് ബാലൻസുകൾ ഉണ്ടാക്കി വെച്ചാലും ശരി, ഇതെല്ലാം ഇട്ടിട്ട് പോകേണ്ട ഒരു ദിവസമുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിച്ച് പോകേണ്ട ഒരു ദിനമുണ്ട്. ജീവിത വിശുദ്ധി നഷ്ടപ്പെടുത്തിയോ കണക്ക് പറയേണ്ടി വരും. ജീവിതത്തിൻ്റെ അന്ത്യം വളരെയധികം മോശകരമായി തീരും. ഞാൻ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ബിഷപ്പ് ഹൗസിൽ ഫൈനാൻസ് ഓഫീസറായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു 11:30 സമയത്ത് ഒരു ഫോൺ കോൾ ബിഷപ്പ് ഹൗസിൽ വന്നു. അന്ന് പിതാവും പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ, വേറെ അച്ഛന്മാരാരുമില്ല. വേറെ അച്ഛന്മാരുടെ സെക്രട്ടറിമാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആശുപത്രിയിൽ നിന്ന് ഫോൺ വന്നാലൊക്കെ പെട്ടെന്ന് കൊടുക്കും. അന്ന് വന്നത് അവിടെ അടുത്തുള്ള ഒരു 3 കിലോമീറ്റർ അകലെയുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോളിൽ വേറെ അച്ഛന്മാരില്ലാത്തതുകൊണ്ട് എൻ്റെ മുറിയിലേക്ക് വന്നു. ആശുപത്രിയിൽ നിന്ന് വിളിക്കുകയാണ്, ഒരു അമ്മച്ചി ഹാർട്ട് അറ്റാക്ക് വന്ന്, സിവിയർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാൻ കിടക്കുകയാണ്. അപ്പോൾ ഈ അമ്മച്ചിയുടെ മകൻ, മൂത്ത മകനാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ അമ്മ വളരെ സീരിയസ് ആയിട്ട് അറ്റാക്ക് വന്ന് കിടക്കുകയാണ്, ഏത് നിമിഷവും മരിക്കാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അച്ഛൻ വന്ന് ലാസ്റ്റ് സാക്രമെൻറ്റ്സ് കൊടുക്കണം, വിശുദ്ധ കുർബാന കൊടുക്കണം, പ്രാർത്ഥിക്കണം. എത്രയും പെട്ടെന്ന് വരാമെന്ന് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഇതുപോലെ കമ്പ്യൂട്ടറൊക്കെ അവിടെ ഇരിപ്പുണ്ടോ, ഒന്നും ചെയ്യാൻ പോയില്ല, ഓഫാക്കാൻ പോലും പോയില്ല. ഞാൻ പെട്ടെന്ന് 2 വാതിലുണ്ട്, ഫ്രണ്ട് വാതിലും ബാക്കിലെ വാതിലും പൂട്ടി പെട്ടെന്ന് പള്ളിയിൽ ചെന്നു. സൈറ്റും അതുപോലെ പ്രാർത്ഥന പുസ്തകം എടുത്തു, പരിശുദ്ധ കുർബാന എടുത്തു. ഇതെല്ലാം എടുത്ത് എൻ്റെ ബൈക്കിൽ ഞാൻ വളരെ ഫാസ്റ്റായി ഏതാണ്ട് ഒരു 5-6 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ആശുപത്രിയിലെത്തി. അങ്ങനെ എനിക്ക് ICU ഒക്കെ നല്ല പരിചയമുള്ളതുകൊണ്ട് നേരെ ICUവിൻ്റെ വാതിൽക്ക് ചെല്ലുമ്പോൾ ഈ അമ്മച്ചിയുടെ 5 ആൺമക്കൾ അതുപോലെ 3 പെൺമക്കൾ അവിടെ പുറത്ത് നിൽപ്പുണ്ട്. 8 മക്കളുള്ള ഒരു അമ്മച്ചിയാണ്. അപ്പച്ചൻ മരിച്ചുപോയി. അപ്പോൾ ഇവർ പറഞ്ഞു പെട്ടെന്ന് തന്നെ കയറണം അച്ഛ, പെട്ടെന്ന് തന്നെ. അവർ മണിയടിച്ചു, എത്രയും പെട്ടെന്ന് ഈ ലാസ്റ്റ് സാക്രമെൻറ്റ് കൊടുക്കണം, ഏത് നിമിഷത്തിലും മരിക്കാം. അതുകൊണ്ട് ഞാനിങ്ങനെ പെട്ടെന്ന് ഇവർ മണിയടിച്ചു, പെട്ടെന്ന് തന്നെ നേഴ്സ് വന്ന് തുറന്നു. ഈ കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ കർട്ടൻസ് എല്ലാം ഇട്ടൊരു കുബിക്കിളാണ്. ഈ കുബിക്കിളിൽ അമ്മച്ചി കിടക്കുകയാണ്. അമ്മച്ചിയുടെ തലഭാവം ഇങ്ങനെ ഉയർത്തി കിടത്തിയിരിക്കുകയാണ്. തലഭാവം ഇങ്ങനെ ഉയർത്തി കിടത്തി അമ്മച്ചിക്ക് മാസ്ക് വെച്ചിട്ടുണ്ട്. ഈ മാസ്ക് വെച്ച് ഈ അമ്മച്ചി അലമുറയിട്ട് ഇങ്ങനെ നിലവിളിക്കുക, ഞാൻ മരിക്കാൻ പോകുന്നേ, ഞാൻ മരിക്കാൻ പോകുന്നേ. കയ്യിൽ 2 കയ്യിലും ഡ്രിപ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ സൂചിയെല്ലാം കുത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡ്രിപ്പുകളും മരുന്നുകളൊക്കെ കയറ്റാൻ 2 കയ്യിലും ഉണ്ട്. ഈ 2 കൈയും എടുത്തിട്ട് ഇങ്ങനെ നെഞ്ചിൽ ഇടിച്ചിട്ട് പറയാം, ഞാനിപ്പം മരിക്കാൻ പോകുന്നേ, ഞാനിപ്പം മരിക്കാൻ പോകുന്നേ. അലമുറിയിടുകയാണ്. ഈ മാസ്കിൻ്റെ അകത്തൂടെ കേൾക്കാം, പുറത്ത് കേൾക്കാം, അലമുറിയിടുകയാണ്. ഓക്സിജൻ മാസ്ക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇടയിലൂടെ കേൾക്കാം അലറുന്നത്. അപ്പോൾ എന്നിട്ട് ഇടയ്ക്ക് ഈ അമ്മച്ചി പറയുന്നുണ്ട്, കാട്ടാളം വരുന്നുണ്ട്, കാട്ടാളം വരുന്നുണ്ട് എന്നെ കൊണ്ടുപോകാൻ. എന്നെ കണ്ടിട്ടാണോ എന്ന് അറിയത്തില്ല. അതുവരെ ഈ അമ്മച്ചി ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കുക, ഞാൻ മരിക്കാൻ പോകുന്നേ, മരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഈ അമ്മച്ചി. ഞാൻ അവിടെ കയറി തൊട്ട് കാട്ടാളം വരുന്നുണ്ട്, കാട്ടാളം വരുന്നുണ്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ഞാനാണോ എന്ന് അറിയത്തില്ല. അപ്പം എന്തായാലും ഈ അമ്മച്ചി ഇങ്ങനെ അലമുറിയിടുകയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഇവരോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഈ തലയൊക്കെ താത്തു വെക്കാൻ പറഞ്ഞു. തലഭാഗം താത്തു വെച്ചു. ഈ അമ്മച്ചി തലയിട്ടടിക്കുകയാണ് ഇങ്ങനെ. 5 നല്ല ആരോഗ്യമുള്ള മക്കളുണ്ട്, ആണുങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, തലയൊക്കെ ഇട്ടിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഈ അമ്മച്ചിയുടെ തല ഒരാൾ പിടിച്ചു നിർത്താൻ പറഞ്ഞു. അങ്ങനെ തല ഈ ബെഡിനോട് അമുക്കി പിടിച്ചു. 2 കൈയും 2 മക്കളെ ബെഡിനോട് അമുക്കി പിടിച്ചു. അപ്പോൾ ഈ 2 കാലും ഇട്ടിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വേറെ മക്കൾ ഓരോരുത്തരും ഓരോ കാലം അമുക്കി പിടിച്ചു. കാരണം ഈ സൈറ്റ് കയ്യേലും മുഖത്തും ഇതൊക്കെ പൂശണ്ടേ, ചെവിയിലൊക്കെ പൂശണം. അപ്പോൾ ഇതിങ്ങനെ അലമുറിയിട്ടിങ്ങനെ വേണം വെച്ചാൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് 2 മക്കൾ 2 കാലിൽ, വേറെ 2 മക്കൾ 2 കയ്യിൽ, ഒരു മകൻ തലയെ പിടിച്ചു. അതുപോലെ വേറൊരു മകൻ ഈ നെഞ്ചൊക്കെ ഇട്ടിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിലത്ത് അങ്ങോട്ട് ഈ ബെഡിൽ പതിഞ്ഞിരിക്കുന്നില്ല. അതുകൊണ്ട് ഒരാൾ നെഞ്ചിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഡ്യൂട്ടി കിട്ടി, മക്കൾക്കെല്ലാം ഡ്യൂട്ടി കിട്ടി. അപ്പോൾ ഇങ്ങനെ ഈ പ്രാർത്ഥന ആരംഭിച്ച് തൈരും എല്ലാം പൂശി. ഇത് കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാന കൊടുക്കുന്ന സമയം ഈ അമ്മച്ചി ആ സമയത്തൊക്കെ ഇങ്ങനെ അലമുറിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നും കേൾക്കുന്നില്ല, എന്ത് പ്രാർത്ഥിച്ചിട്ട് അമ്മച്ചി കേൾക്കുന്നില്ല. അങ്ങനെ ഈ അമ്മച്ചി അവസാനം വിശുദ്ധ കുർബാന കൊടുത്തു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം നാം എല്ലാവരും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ആശീർവാദം കൊടുത്ത് വിശുദ്ധ കുർബാന ഉയർത്തി കൊടുക്കുകയാണ്. അതുവരെ അലമുറയിട്ടിരുന്ന അമ്മച്ചി പെട്ടെന്ന് എൻ്റെ ബ്രേക്ക് ഇട്ടതുപോലെ
ഈ അലമുറ അങ്ങ് നിർത്തി ഈ ചൂണ്ടൊക്കെ അങ്ങോട്ട് കടിച്ചു പിടിച്ചിട്ട് പിന്നെ ഞാൻ കുർബാന ഇങ്ങ് നീട്ടി കൊടുത്തു, പക്ഷേ ഇത് തുറക്കില്ല. കുർബാന സ്വീകരിക്കാൻ വാ തുറക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചി വാ തുറക്ക്. ഇതിങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. എനിക്ക് വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മക്കൾ പറയാൻ തുടങ്ങി. മക്കളെല്ലാം പറഞ്ഞു, അമ്മച്ചി ഇത് ഈശോയാണ്. ഞാൻ പറഞ്ഞു, ഈശോയാണിത്, ഈശോയെ സ്വീകരിക്കുക. എന്തേലും ആയിക്കോട്ടെ, ജീവിതത്തിൽ എന്തെല്ലാം തെറ്റ് പറ്റിയാലും ഈ നിമിഷത്തിൽ ഈശോയെ സ്വീകരിച്ച് ഈശോയോടൊരു സ്നേഹത്തിൽ ഐക്യപ്പെടാൻ പറഞ്ഞിട്ട് ഈ അമ്മച്ചി കൂട്ടാതെ. മക്കളെല്ലാം പറഞ്ഞു, കേട്ടില്ല. ഈ സമയത്ത് അവിടെ കത്തോലിക്ക നേഴ്സുമാരുണ്ട്. അവർ പറഞ്ഞു, അമ്മച്ചി ഞങ്ങൾ ഭക്ഷണം തരുമ്പോൾ അമ്മച്ചി വാ തുറക്കുന്നല്ലേ, ഞങ്ങൾ ഭക്ഷണം തരുമ്പോൾ കഞ്ഞി തരുമ്പോൾ അമ്മച്ചി വാ തുറക്കുന്ന അമ്മച്ചി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ, ഈശോയെ സ്വീകരിക്കാൻ വാ തുറക്ക്. ഈ നേഴ്സുമാർ, കത്തോലിക്ക നേഴ്സുമാർ പറഞ്ഞു നോ. ഈ അമ്മച്ചി കൂട്ടാക്കിയില്ല, പരിശുദ്ധ കുർബാന സ്വീകരിച്ചില്ല. അവസാനം ഞാൻ വിശുദ്ധ കുർബാന അവിടുന്ന് കൺസ്യൂം ചെയ്തു, പ്രാർത്ഥിച്ചു. ബാക്കി ആശീർവാദമൊക്കെ എടുത്ത് കുരിശൊക്കെ വെച്ച് ആശീർവാദം കൊടുത്ത് പ്രാർത്ഥിക്കാൻ പോന്നു. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ മൂത്ത മകനോട് പറഞ്ഞു, എനിക്കറിയാം എത്രയും പെട്ടെന്ന് മരിച്ചു കഴിയുമ്പോൾ ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞു. ഏതാണ്ട് 2 മണിക്കൂർ പോലെ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഫോൺ കോൾ വന്നു, ഈ അമ്മച്ചി മരിച്ചു എന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ ഞാൻ എറണാകുളത്ത് ഒരു ശുശ്രൂഷയ്ക്ക് പോകാൻ വേണ്ടി ബസ് കയറാൻ നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ ഓടി വന്ന് എൻ്റെ കയ്യെ കയറി പിടിച്ചു. എന്നിട്ട് വളരെ സ്നേഹത്തോടെ പരിചയത്തിൽ എന്നെ കയ്യെ കയറി പിടിച്ചു. എനിക്ക് ആളെ മനസ്സിലായില്ല. എന്നിട്ട് ഈ ചേട്ടന് ഇങ്ങനെ എന്നോട് പറയാം, നന്ദിയുണ്ട് അച്ഛാ, സ്നേഹമുണ്ട് എന്നൊക്കെ പറയും. അപ്പം ഞാനിങ്ങനെ അപരിചിതനായ മനുഷ്യൻ, എനിക്ക് പെട്ടെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് ഇങ്ങനെ ഞാൻ നോക്കി നിൽക്കുമ്പോൾ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛനെ പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ വന്നില്ലെങ്കിലും അച്ഛനെ ഫോൺ ചെയ്ത് എൻ്റെ അമ്മയ്ക്കാണ് ആശുപത്രിയിൽ വന്ന് അച്ഛൻ വിശുദ്ധ കുർബാന കൊടുക്കാൻ വന്നതും സ്വീകരിക്കാതെ അമ്മ നിഷേധിച്ചതും എൻ്റെ അമ്മയ്ക്കാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ ചേട്ടൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, കരഞ്ഞു പെട്ടെന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ, ഞങ്ങൾക്ക് വലിയ ദുഃഖമുണ്ട്. അമ്മച്ചി വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ മരിച്ചതിൽ ഞങ്ങൾക്ക് വലിയ ദുഃഖമുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഈ ചേട്ടൻ പറയാണ്, അങ്ങനെയേ സംഭവിക്കൂ, ഇങ്ങനെയുള്ളൊരു മരണമേ സംഭവിക്കൂ. എന്നിട്ട് ഈ ചേട്ടൻ ഓരോ കഥകൾ പറഞ്ഞു. പെട്ടെന്ന് തന്നെ പറയുകയാണ്, കഥകൾ പറയാം. അതായത് കല്യാണം കഴിഞ്ഞ ഈ 5 മക്കളും ആൺമക്കൾ വീട്ടിൽ കയറി വരുമ്പോൾ ഒറ്റയാഴ്ച തികച്ച് വീട്ടിൽ നിർത്തില്ല, പൊക്കോളാനാണ് പറയുന്നത്. മരുമക്കളെയും മക്കളെയും ഈ മക്കളെയെല്ലാം ആൺമക്കളെയും മരുമക്കളെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടും, വഴക്കുണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറക്കി വിടും. 5 ആൺമക്കളും വീട്ടിൽ നിന്ന് പോയി. കെട്ടിച്ച് വിട്ട മക്കൾ 3 പെൺപിള്ളേരുണ്ട്, അവരെ വീട്ടിൽ കയറാൻ സമ്മതിക്കില്ല. ഈ അമ്മച്ചി തന്നെ ജീവിക്കുകയാണ്. ഭർത്താവ് മരിച്ചു, താൻ തോന്നിയായി. സ്നേഹമുള്ളവരെ, ഈ ലോക ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ജീവിതത്തെ വിശുദ്ധീകരിക്കാതെ, വിശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകാതെ ദൈവവചനത്തിന് സ്ഥാനം നൽകിയോ വിശുദ്ധീകരിക്കപ്പെടാനോ തയ്യാറാകാതെ പോകുന്ന ഓരോ കുടുംബിനികളുടെ അല്ലെങ്കിൽ കുടുംബസ്ഥരുടെ ദുരന്തം, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ ദുരന്തം ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുലിഖിതത്തിൽ വചനം പറയുന്നത്, നിങ്ങളുടെ ആത്മാവിന് എതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകളിൽ നിന്ന് പരദേശികളും വിപ്രവാസികളും എന്ന നിലയിൽ നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കാൻ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറയുകയാണ്. താഴ്മയോടെ പറയുക പൗലോസ് അപ്പോസ്തലൻ, നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന ആസക്തികളെ നിങ്ങൾ കീഴടക്കണം. കാരണം നമ്മൾ ഇവിടെ പരദേശികളാണ്, വിപ്രവാസികളാണ്. നമ്മുടെ ഭവനം സ്വർഗമാണ്. നമ്മുടെ ഭവനം സ്വർഗമായതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ വിശുദ്ധീകരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കൃപയിലൂടെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ, ആസക്തികളെ കീഴടക്കി വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, ഈശോ നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് നല്ലൊരു മരണം പോലും വേണമെങ്കിൽ, നല്ലൊരു സമാധാനപൂർവമായ ജീവിതം വേണമെങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചേ പറ്റൂ. ആസക്തികളെ റൂട്ടോടെ കളയണം. റൂട്ടോടെ ആസക്തികൾ ജീവിതത്തിൽ വിട്ടുപോകണം. ഇല്ലെങ്കിൽ ജീവിതാന്ത്യം ദാരുണമായി തീരും.